നമസ്കാരം. വളരെ സംതൃപ്തിയും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അഖിൽ മാരാർ താപ്പാനയെ പുറത്ത് ചാടിക്കാൻ കഴിഞ്ഞ സംതൃപ്തി എന്താണെന്നല്ലേ? നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എപ്പോഴാണ് സക്സസ് എന്ന് പറയുന്നത്? എന്താണോ ചിലർ ചെയ്തതിനെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, അത് നമ്മൾ ചെയ്യുന്നത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ മാരാർ താപ്പാനയ്ക്ക് ഞാൻ ചെയ്ത ഒരു വീഡിയോയും ഒപ്പം ഞാൻ പുറത്തിറക്കിയ എൻ്റെ ചാനലിലൂടെ മാരാർ നടത്തിയിരിക്കുന്ന ചില തരികിട പരിപാടികളെ തുറന്നു കാട്ടിയുള്ള ഒരു കാർഡ് അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിച്ചു. അതിൽ പരം എന്ത് സന്തോഷമാണ് വേണ്ടത്? വലിയ ഡയലോഗുകളൊക്കെ കാച്ചി വിടുന്നുണ്ടെങ്കിലും ആ കാർഡ് പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത മാരാറിനെ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാര്യം മാരാറിനോളം വലിയ ആളൊന്നുമല്ല. മാരാർ സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഈ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്നാണ്. നമ്മൾ താരതമ്യേന ഒരു സാധാരണക്കാരൻ, ഒരു മാധ്യമ പ്രവർത്തകൻ, ചെറിയ ജോലിയൊക്കെ ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. പക്ഷേ നമ്മൾ ചൂണ്ടിക്കാട്ടിയ കാര്യത്തിൽ മാരാറിന് പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ പൊള്ളൽ തന്നെയാണ് ജോലി കൊണ്ടുള്ള വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണാം. എന്താണ് പറഞ്ഞു വെച്ചത്? മാരാർ സ്വന്തം നെഞ്ചത്ത് പതിച്ചിരിക്കുന്ന ആ സ്റ്റിക്കറിന്റെ പിന്നിൽ ഞങ്ങൾ തന്നെയാണ് പ്രവർത്തിച്ചത്. പ്രിയമുള്ളവരെ നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് അന്തംഗമികൾക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത തവണ ഭരണം മാറാനുള്ള സാധ്യതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പറയും പ്രതിപക്ഷം അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്താ, നമ്മുടെ മുഖ്യമന്ത്രി തന്നാൽ ചെയ്യാൻ കഴിയാവുന്നത് പരമാവധി ചെയ്യുന്നുണ്ടല്ലോ. തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുച്ചൂട് മുടിച്ചിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രി പരമാവധി ഭരണം മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ എത്രത്തോളം സഹായിക്കാമോ അത്രത്തോളം സഹായിക്കുന്ന പണി സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈബർ അന്തംകമ്മികളാണ്. ഈ മന്ദബുദ്ധികളായ സൈബർ അന്തംകമ്മികൾക്ക് യാതൊരു വിവരവും ബോധവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ചില ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യമില്ല എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ മന്ദബുദ്ധികൾ നിരവധി ഫേസ്ബുക്ക് പേജുകളിലും വീഡിയോകളിലും മറ്റുമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ ഇവന്മാരിങ്ങനെ ചോദിക്കുകയാണ്, അഖിൽ മാരാർ വയനാട്ടിൽ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ 3 വീടുകൾ എവിടെ? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാൻ നാട് മുഴുവൻ നടന്ന് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന കണക്ക് പാവപ്പെട്ടവന്റെ കുത്തിന് പിടിച്ചും ഏതെങ്കിലും പെട്ടിക്കടക്കാരനും മീൻ കച്ചവടക്കാരനും അതുപോലെ സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ അന്നത്തെ അധ്വാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പൈസയുടെ ഒരു പങ്ക് അവന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ച് ഇവന്റെയൊക്കെ പെട്ടിയിലാക്കി അല്ലെങ്കിൽ ഇവന്റെയൊക്കെ ബക്കറ്റിലാക്കി ഇവനൊക്കെ കട്ട് തിന്നതിന് ശേഷം ബാക്കി എന്തെങ്കിലുമൊക്കെ നാടിന് ചെയ്യുന്ന രീതിയിൽ അഖിൽമാരാർ എവിടേക്കോ നടന്ന് പിരിച്ചിട്ട് കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ പൈസയ്ക്ക് വയനാട്ടിൽ ഒരു വീട് വെച്ച് കൊടുക്കാമെന്നങ്ങാണ്ടൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആ വീട് എന്തിയേ എന്ന് വരെ ചോദിക്കുമ്പോഴത്തേക്ക് എന്തൊരു അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ശേഷിയുള്ള ഒരു വിഭാഗം എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിലോ ഇല്ലാതെ പോയി എന്നതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം. കാരണം 765 കോടി രൂപ നാട്ടുകാരെ നിന്ന് പിരിച്ച് കയ്യിൽ വെച്ചിട്ട് വർഷം 1 കഴിഞ്ഞിട്ട് അതെടുത്ത് വെച്ചിട്ട് പുത്തത്ത കാണിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കുറച്ച് പരിപാടി ചെയ്തിട്ട് ഞങ്ങൾ എന്തോ മഹാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന പിണറായി വിജയനും സംഘവും കൊള്ള സംഘവും ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഇവിടെ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി വീച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടിനെതിരെ പ്രതിഷേധ സ്വരം ഉന്നയിച്ചുകൊണ്ട് ഏത് എന്റെ പേജ് പോസ്റ്റിന്റെ അടിയിലും അല്ലെങ്കിൽ വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഈ അന്തംകമ്മി സൈബർ അണികൾ ആഘോഷിക്കുമ്പോൾ ഈ വിവരം കെട്ടവന്മാരോട് മറുപടി പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഞാൻ മറുപടി പറയാം. കണ്ടല്ലോ, ആ നെഞ്ചിൽ പതിച്ചിരിക്കുന്ന കാർഡിൽ ഞങ്ങൾ ചോദിച്ചത് മാരാരെ പ്രഖ്യാപിച്ച വീട് എവിടെയെന്നാണ്. ആ 3 വീട് കണ്ടില്ലല്ലോ. വീട് വെച്ചു കൊടുത്തെങ്കിൽ ആർക്ക്, എവിടെ, എപ്പോ, എങ്ങനെ തെളിവ് പുറത്തുവിടൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കാർഡും ഒരു വീഡിയോയും ചെയ്തിരുന്നു. അത് മാരാർക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ ഒരു കാർഡ് പങ്കുവെച്ചതിലൂടെ ബോധ്യപ്പെടുന്നത്. എന്തായാലും ആ പൊള്ളലേൽക്കുന്ന സന്ദർഭത്തിൽ മാരാർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് അയാൾ നേരത്തെ പ്രഖ്യാപിച്ച കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തെക്കുറിച്ച് സ്പെസിഫിക്കലി മറുപടി പറയേണ്ട വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വല്ലാതെ ഹാലിളകണ്ട. ആ കാർഡ് ഇറക്കിയവനെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെയ്തത് നീ കാണടാ എന്ന് പറഞ്ഞ് എടുത്തങ്ങ് വീശണം. എന്നിട്ട് നീ ഇറക്കിയത് കള്ള വാർത്തയല്ലേ എന്ന് എന്നോട് ചോദിക്കണമായിരുന്നു. പക്ഷേ മാരാറിന് അത് കഴിഞ്ഞില്ല. മാരാറിന്റെ വീഡിയോ തുടങ്ങുന്നത് മുഴുവൻ ഒരാൾ ചെയ്തൊരു കാര്യത്തിന് മുഴുവൻ സഖാക്കളെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അത് തന്നെ തെളിയിക്കുന്നത് എന്താണ്? ഉള്ളത് പറഞ്ഞ തുള്ളിപ്പോകും. നല്ലപോലെ തുള്ളിയിട്ടുണ്ട്. ആ തുള്ളിയത് എങ്ങനെയൊക്കെയെന്നൊന്ന് കേട്ടെ. കാര്യം ചോദ്യം ഇത്രയേ ഉള്ളൂ, വീടെവിടെ, ആർക്ക് വെച്ചു കൊടുത്തു? അതിന് മറുപടി പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ രസമുണ്ട്. പക്ഷെ തുടക്കത്തിലേ വന്ന് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? തനിക്ക് എടുത്ത് വീശി എറിയാൻ അല്ലെങ്കിൽ കാണിക്കാൻ ഒന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അവരെ കുറെ അങ്ങ് ആക്ഷേപിച്ച് എന്റെ ഫാൻസുകാരെ ഒന്ന് സംതൃപ്തിപ്പെടുത്തണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ തന്ത്രം.
കർണാടക സർക്കാർ 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അംഗീകരിക്കാത്തത്? ആന്ധ്ര സർക്കാർ 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ അംഗീകരിക്കാത്തത്? 25 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഇന്ത്യൻ മലയാളി അസോസിയേഷന്റെ തീരുമാനത്തെ എന്തുകൊണ്ടാണ് സ്വാഗതം ചെയ്യാഞ്ഞത്? 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണനോട് നീയൊക്കെ എന്താണ് ചോദിക്കാത്തത്? ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ വലിയ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ ആൻഡോയോടും മറ്റും നിങ്ങൾ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാത്തത്? 50 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ KG എബ്രഹാമിനെ പോലെയുള്ള നിരവധി വ്യവസായികൾ, 5 മുതൽ 10 വീട് വെച്ച് കൊടുക്കാവുന്ന നിരവധി വ്യവസായികൾ, ക്രിസ്ത്യൻ സഭകൾ, പെന്തക്കോസ്റ്റ് സഭകൾ ഉൾപ്പെടെ ഇത്രയും അതിനുവേണ്ടി അവിടെ വീടുകൾ എത്ര പേർക്ക് നഷ്ടപ്പെട്ടു? അവിടെ സർക്കാരിന്റെ കണക്കിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത് 402 പേരെയാണ്. ഇനി 48 പേരെയും കൂടി ഉൾക്കൊള്ളിച്ചാൽ 450 പേരെ. ഇതിൽ തന്നെ 105 വീടുകൾ മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ആ 105 കുടുംബങ്ങളും സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങി സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് ലീഗിന്റെ വീട് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ കയ്യിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയിരിക്കെ അഖിൽമാരാർ എന്തടിസ്ഥാനത്തിലാണ് ഇനി അവിടെ കൊണ്ട് വീട് വെച്ചു കൊടുക്കുന്നത്? എനിക്കെന്താ പ്രാന്തോ? കേട്ടല്ലോ, എന്തിനാണ് ഇതൊക്കെ പറയേണ്ട കാര്യം? ചോദ്യം സ്പെസിഫിക് ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുറിച്ച് നിങ്ങൾ ചെയ്യാമെന്നൊരു കാര്യം നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചോദ്യം ചോദിക്കുന്നവരെയും അല്ലെങ്കിൽ അവർ ഇതിന്റെ ആൾക്കാരാണ് എന്ന ചാപ്പ കുത്തിക്കൊണ്ട് അങ്ങ് കുറെ പുലയാട്ട് ഒരു വിഭാഗത്തെ കാടടച്ചങ്ങ് വെടിവെക്കുകയാണ്. ഇതാണോ ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത? അല്ല. പുലയാട്ടും പുലഭ്യവും ഏത് ചട്ടി മറിയയ്ക്കും ഏത് മാരണത്തിനും പറയാം. അതിന് ഒരു എല്ലില്ലാത്ത നാവ് മതി. എല്ലില്ലാത്ത നാവ് കൊണ്ട് സംഘികളുടെ മുന്നിൽ കുറെ ആട്ടും പുളുക്ക ഡയലോഗ് അടിക്കുമ്പോൾ അവരത് കേട്ട് കോൾമയർ കൊണ്ടിട്ട് കരുതും എന്തോ മാരാർ ഒരു തേങ്ങാ കൊലയാണെന്ന്. ഒരു ചുക്കുമല്ല. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ കുറെ പരദൂഷണ മൈൻഡ് ഉണ്ട്. അതായത് എങ്ങനെയാണ് മാരാർ സമൂഹത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ബിഗ് ബോസ് എന്നൊരു പരിപാടി. എന്താണ് ബിഗ് ബോസ്? ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് കാണിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും? മറ്റുള്ളവരുടെ കുടുംബത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ള കുറെ പരദൂഷണ മനസ്സുകൾ, അല്പന്മാർ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അലവലാതി പരിപാടി. മറ്റുള്ളവരുടെ വീടുകൾ, സ്വകാര്യതകളിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഈ ഇക്ലി ടീമുകൾ അല്ലെങ്കിൽ ഈ മാനസിക ഞരമ്പന്മാരുടെ ഒരു ഗ്രൂപ്പാണ് ഇദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. അവരുടെ ഒരു പരിപാടി വിജയിച്ചതിന് ശേഷം ഈ സമൂഹത്തിലെ എന്തോ ഹീറോ ആയെന്നാണ് മാരാർ കരുതിയിരിക്കുന്നത്. ആ കരുതലിന് മാരാറിന് എല്ലാ അവകാശവുമുണ്ട്. കാര്യം ഈ നാട്ടിൽ അങ്ങനെ വിശ്വസിക്കാൻ ഒരാളെ അനുവദിക്കുന്നത് കൊണ്ട് തന്നെ, ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നതുകൊണ്ട് തന്നെ മാരാർക്ക് അങ്ങനെ തുടരാം. പക്ഷേ ഞാനാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശരി, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും മോശക്കാരാണ്, ഇടതുപക്ഷക്കാർ മോശമാണ്, എല്ലാ വിഷയത്തിലും ശരി പറയുന്ന ഒരേ ഒരു വ്യക്തി എന്നാണ് കരുതിയിരിക്കുന്നത്. സ്വയം കരുതാനും അവകാശമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. കുറെ ഫാൻ ഫോളോവേഴ്സ്, അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 10 ലക്ഷം പേരുണ്ടെന്ന് കരുതിക്കോ. 10 ലക്ഷം പേരാണ് കേരളമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ 1 മില്യൺ അടിച്ചാൽ അതാണ് കേരളമെന്ന് കരുതുന്ന ഒരു മൂഢനാകാനും ഈ പറയുന്ന മാരാർക്ക് അവകാശമുണ്ട്. പക്ഷേ ചോദ്യം സ്പെസിഫിക് ആയിരുന്നു. എന്താണ്? നിങ്ങൾ വീട് വെച്ച് കൊടുത്തോ ഇല്ലയോ? അതിനകത്ത് അദ്ദേഹം കൊടുത്തൊരു ബൈറ്റ് ഉണ്ട്. അതും കൂടി കേട്ടെ. ഞങ്ങളുടെ ഈ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ വേദനകളിൽ പങ്കുചേർന്നതിന് സ്നേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടു. അദ്ദേഹം ഒരു വ്യക്തിക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇനി അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഞങ്ങളുടേതായിരിക്കും, വ്യക്തിപരമായിട്ട് എന്റേതായിരിക്കും. അദ്ദേഹം ഈ മണ്ണിൽ വന്ന് ആ വാഗ്ദാനം ഒരു പാലിച്ചിരിക്കുകയാണ്. ഏതോ ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുന്നു. അയാൾ പറയുന്നു ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള കാര്യം. 1 വർഷമായടോ വീട് വെച്ച് കൊടുത്തോ? ഇല്ല, വീട് വെച്ച് കൊടുത്തിട്ടില്ല, കാണിക്കാനുമില്ല. ഇനി മാരാർ പറഞ്ഞത് എല്ലാ അക്ഷരം പ്രതി ശരി എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചുതരാം. 2004 ഓഗസ്റ്റ് 7 ഇദ്ദേഹത്തിനെതിരെ CMDRF അഥവാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കരുത് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയതിന്റെ പേരിൽ ഒരു കേസ് എടുത്തിരുന്നു. അതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 7 അഖിൽ മാരാർ ആ കേസ് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു കുറിപ്പാണ്. ഇതേ നോക്കിയേ. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പഞ്ചപുച്ഛമടക്കി വോട്ട് ചെയ്യുന്ന കഴുതകളായ ജനങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. അതായത് ഒരു പാർട്ടിയിലുള്ള ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട്, കാര്യം ഇവൻ സ്വയം കരുതുകയാണല്ലോ അവൻ മഹാനാണ്, ബാക്കിയുള്ളവരെല്ലാവരും മോശം, അവന്റെ സംഗീതത്തിനും അല്ലെങ്കിൽ ഈ നാട്ടിലെ വർഗീയതയ്ക്കും ഇവൻ ചെയ്യും പോലെയുള്ള ഊളത്തരങ്ങൾക്കും കൈയടിക്കുന്നവരാണ്, അടിമകളല്ലാത്തവരെന്നാണ് ഇവൻ കരുതി വെച്ചിരിക്കുന്നത്. അവന്റെ അതേ പോസ്റ്റിലെ 2ാമത്തെ പാരഗ്രാഫ് നോക്കിയേ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെതിരെ കേസെടുത്തു. ഒരാളോട് പോലും കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പകരം 3 വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞു. കണക്കുകൾ 6 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചാൽ വീട് വയ്ക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഇടാൻ തയ്യാറാണെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പകരം 3 വീടുകൾ വെച്ചു കൊടുക്കാനുള്ള പണം ഞാൻ ഇടാമെന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ഏവനും മനസ്സിലാകും. അതായത്
മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മാറാൻ സാധ്യത ഉള്ള ഒരു പദവിയാണ്. അതൊരു സ്ഥായിയായിട്ടുള്ള ഭാവമല്ല. ആര് വേണമോ വരാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഓൺ അക്കൗണ്ട് അല്ല. കേരളത്തിലെ 2 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേരിലുള്ള ഒരു അക്കൗണ്ടാണ്. അത് റവന്യൂ വകുപ്പിന്റെ കീഴിലാണ്. ആ CMDRFിലേക്ക് അയക്കുന്ന ഫണ്ട് അത് പിണറായി വിജയന് നേരെ കൈയിട്ടെടുക്കാൻ പറ്റുന്ന ഫണ്ടല്ല. പക്ഷേ ഇദ്ദേഹം ന്യായീകരിക്കുന്ന കോൺഗ്രസിന് കിട്ടിയ KPCCയുടെ ഫണ്ട്, യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത സ്വന്തം ഫണ്ട്, ലീഗ് പിരിച്ചെടുത്ത സ്വന്തം ഫണ്ട്, ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ അവരവരുടേതായ ഫണ്ടാണ്. അവരവർക്ക് എങ്ങനെ വേണോ കൈകാര്യം ചെയ്യാം. നാളെ ഓഡിറ്റ് ഇല്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 763 കോടി രൂപ വന്നു എന്ന് പറയുന്നിടത്ത് ആ 763 കോടി രൂപ അത് ചെലവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ കാലമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്ന് നിങ്ങൾ ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് പിന്നീട് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റലിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ രേഖകൾ ഡിജിറ്റലായിട്ട് ആ ഫോണിൽ കാണുമോ ഇല്ലയോ? ഉണ്ടാകുമല്ലോ. അത്രയേ ഉള്ളൂ പുതിയ കാലഘട്ടത്തിലെ CMDRF. ആ തുക ബാങ്ക് വഴി ട്രാൻസ്ഫർ നടത്തുന്ന കാര്യങ്ങളാണ്. അത് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മാറിയിട്ട് അടുത്തത് മാരണത്തിന് വേണ്ട സതീശൻ വന്നവിടെ ഇരിക്കുകയാണെങ്കിൽ സതീശന് പോലും എടുത്ത് നോക്കാവുന്നതാണ്. അതും പോരാഞ്ഞിട്ട് CMDRFിനെ സംബന്ധിച്ച് ഏതൊരു പൊതു വ്യക്തിക്കും പരിശോധിക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്പാരന്റ് ഫണ്ടാണ്. എത്ര രൂപ വന്നിട്ടുണ്ട്, എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്, എന്ത് കാര്യത്തിനൊക്കെ ചെലവഴിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് അതിനകത്ത് തന്നെ കൃത്യമായിട്ട് കണക്കുകൾ കാണിച്ചിട്ടുണ്ട്. എന്നാൽ യവൻ ന്യായീകരിക്കുന്ന KPCCയുടെ ഫണ്ട് എത്രയെന്ന് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റൂ? യൂത്ത് കോൺഗ്രസിന്റെ അറിയാൻ പറ്റൂ? അല്ലെങ്കിൽ ലീഗിന്റെ അറിയാൻ പറ്റും? അതും നമുക്ക് അറിയേണ്ടതേ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ലേ? C&AG ഓഡിറ്റിംഗ് എന്ന് പറയും. എല്ലാ വർഷവും നടക്കും. ആ C&AGയുടെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വർഷാവർഷം നടന്നതിന് ശേഷം ഈ വഴിവിട്ട് ഏതെങ്കിലും പണം എടുത്ത് ചെലവാക്കി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ആരോപണം ഉയരും. 2 ഉദാഹരണം കൂടി പറഞ്ഞുതരാം. കൊറോണ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇവർ അന്നത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജ ടീച്ചറെ ആക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ട്. കൂടിയ വിലയ്ക്ക് PPE കിറ്റ് വാങ്ങി എന്നുള്ള കാര്യം. അതെന്താണ് സംഭവം? അതായത് നമ്മുടെ നാട്ടിലെ ഖജനാവിലെ ഫണ്ട് ചിലവഴിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ മറികടന്ന് അപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മുടെ കോവിഡ് മുന്നണി പോരാളികളായിട്ടുള്ള ഡോക്ടർമാർക്ക് വേണ്ടി PPE കിറ്റ് കിട്ടുമോ കിട്ടില്ലയോ എന്ന് അറിയാത്ത കാലഘട്ടത്തിൽ വില കൂടിയ ഒരു 15,000 കിറ്റ് മേടിച്ചു. എത്ര? 15,000 കിറ്റ്. ലക്ഷക്കണക്കിന് മേടിച്ചതിന്റെ കൂട്ടത്തിൽ വില കൂടിയ ഒരു 15,000 കിറ്റ് 1,500 രൂപയ്ക്ക് മേടിച്ചു. 1,500 രൂപയ്ക്ക് മേടിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഇവർ പറയുന്നത് അന്ന് 800 രൂപയ്ക്ക് വരെ കിറ്റ് കിട്ടുമായിരുന്നു. എന്തിന് നിങ്ങൾ 1,500 രൂപയുടെ കിറ്റ് മേടിച്ചു? എന്തുകൊണ്ട് ആ ചോദ്യം വരുന്നു? ഡിജിറ്റൽ തെളിവാണെന്നേ. അത് C&AG ഓഡിറ്റിംഗിൽ അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമെന്നുള്ളതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഏത് ഇടപാടുകളുടെയും യാഥാർത്ഥ്യം. അതുപോലെ ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി 3 വീടുകളുടെ കാര്യത്തിലേക്ക് വരാം. 3 വീടല്ല, ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കും, മറ്റൊന്ന് 3 കൊല്ലത്താണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ആ വാചകങ്ങൾ നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ. 1 വർഷമായി എന്തുകൊണ്ട് ആ വീട് വയ്ക്കാൻ കഴിഞ്ഞില്ല? ഇനിയിപ്പോ അദ്ദേഹം പറയുകയാണ് ഞാൻ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് വെറുതെ എടുത്തു കൊടുത്തതാണോ? ഒരു വെല്ലുവിളി നടത്തിയതൊക്കെ അങ്ങ് മാരാർ വിഴുങ്ങിക്കളഞ്ഞത് എന്താ? അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഈ SC/ST വകുപ്പിന് കൊടുത്ത ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. ആ വെല്ലുവിളി നടത്തിയതിനു ശേഷം അത് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ CMDRFിലേക്ക് നൽകാമെന്ന് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി അത് തെളിയിച്ചതിന്റെ തെളിവുകൾ പുറത്തേക്ക് വിട്ടു. ഉത്തരം മുട്ടിയപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്ത് ഫേസ്ബുക്ക് പോലും എഡിറ്റ് ചെയ്ത മാന്യ മഹാനാണ് ഈ പറയുന്ന ഈ ഡയലോഗടി വീരൻ. അപ്പോ ഈ ഡയലോഗടി വീരൻ എന്തുകൊണ്ട് ഇപ്പോൾ ഡയലോഗ് അടിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന വാചകങ്ങൾ കൊണ്ടു എന്ന് പറഞ്ഞാലും 1 വർഷമായിട്ട് ഈ കാറ്റിനൊത്ത് തൂറ്റിയതിനു ശേഷം ഡയലോഗ് അടിച്ച് എസ്കേപ്പ് ആകാമെന്ന് കരുതി. അവിടെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തപ്പോ ഉത്തരമില്ല. ഈ പാവപ്പെട്ടവരെ ആ സന്ദർഭത്തിൽ സഹായിക്കരുത്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ പ്രഖ്യാപിത വിശുദ്ധന്മാർ ഇറങ്ങി സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഇതുവരെ സഹായിച്ചിട്ടില്ല. ഏതോ ഒരുത്തരെ കൊണ്ടുവന്ന് ആക്ഷൻ കൗൺസിൽ നിർത്തി ഞങ്ങളുടേതാണ് അദ്ദേഹം ചെയ്തില്ല എന്നതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിയുന്നതാണോ? ചുമ്മാ ഗീർവാണം അടിച്ച് അതിന്റെ പേരിൽ മറ്റേ ഫേസ്ബുക്കിലൂടെ പൈസ അടിച്ച് അതും ഒപ്പിച്ചുകൊണ്ട് പോയതിനു ശേഷം ഞാൻ മറ്റേ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. എന്ത് അധ്വാനമാണ് എന്ത് ചെയ്യുന്ന? ഈ പാറ ചുമക്കാൻ പോകുന്നുണ്ടോ? അത് കല്ല് വെട്ടാൻ പോകുന്നുണ്ടോ? എവിടെയെങ്കിലും ഈ സെപ്റ്റിക് ടാങ്കിന് പണിക്ക് പോകുന്നുണ്ടോ? വിയർപ്പൊഴുകാതെ നേടുന്ന പൈസയല്ലേ? എന്തിന്റെ പേരിൽ? അതും ഒരു ഊള പരിപാടിയിൽ വിജയിച്ചതിന്റെ പേരിൽ. അങ്ങനെയൊക്കെ വിജയിച്ചതിന് ശേഷം ഈ സമൂഹത്തിലെ ഒരു പ്രഖ്യാപിത മഹാനാണെന്ന് ഞാൻ സ്വയം ധരിച്ചു കിടക്കുന്ന നിനക്ക് തലയ്ക്കകത്ത് താമസമില്ലാതെ നിന്റെ ഗീർവാണ ഡയലോഗ് കേട്ട് ആരെങ്കിലുമൊക്കെ കോരിത്തരിക്കുകയോ കോൾമയർ കൊള്ളുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നീ കരുതുകയാണ് നീ സ്വയം മഹാനാണെന്ന്. നിനക്ക് വിചാരിക്കാനുള്ള എല്ലാ കാര്യവുമുണ്ട്. പിന്നെ നിന്റെ സംസ്കാരവും നിന്റെ കൾച്ചറും
അത് നിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വായിച്ചാൽ മാത്രം മതി. അതിനോളം ഒരുപക്ഷെ കിടപിടിക്കാനൊന്നും ശേഷിയുള്ള വ്യക്തിയല്ല ഞാൻ. അത്തരം നിലവാരമില്ലാതെ പറയുന്നതിനെയൊക്കെ ആഘോഷപൂർവ്വം വലിയ ഹീറോയിസ്റ്റിക് ഡയലോഗായിട്ട് എടുത്തുകൊണ്ട് നടക്കുന്ന ചില സംഘികളുണ്ട്. ഈ അടുത്ത കാലത്ത് നിന്നെ അവർ എയറിലേക്ക് വിട്ട സന്ദർഭത്തിൽ നീ മുട്ടിലിടിച്ച് മാപ്പ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ നീ ഒരു ഉളുപ്പുമില്ലാതെ മുക്കിയിട്ട് പിന്നീട് വന്ന് ന്യായീകരണം അടിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നിന്നെപ്പോലുള്ള ചില മാരണങ്ങൾക്ക് ഈ സമൂഹത്തിൽ കിട്ടുന്ന ഒരു പ്രത്യേക സ്വീകാര്യത ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ്. ആ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് നീ സ്വയം മഹാനാണെന്ന് ധരിക്കുന്നുണ്ട്. നിനക്കത് ധരിക്കാം, നിനക്ക് ഡയലോഗുകൾ ഇതുപോലെ ഗീർവാണങ്ങൾ അടിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ നീ ഒരു സന്ദർഭത്തിൽ പറയുന്ന വാചകങ്ങൾ അത് പിന്നീട് ചെയ്തില്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടും. ഇതുപോലെ നിനക്ക് ബാക്കിയുള്ളവരെ പുലഭ്യം പറഞ്ഞും പുലയാട്ട് പറഞ്ഞും ചെയ്യാത്ത കാര്യത്തെ അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട് ന്യായീകരിച്ച് പോകാമെന്നതിനപ്പുറം നീ ചെയ്തെങ്കിൽ നീ അന്തസ്സുള്ള വ്യക്തിയായിട്ട് ചെയ്തു കഴിഞ്ഞു, 1 വർഷം പോലും വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മുന്നിൽ കൈകൂപ്പിയനെ. ഇതൊരുമാതിരി നമ്മുടെ നാട്ടിൽ ഈ കള്ളു അടിച്ചുകൊണ്ട് നടന്ന നാട്ടുകാരെയെല്ലാം എനിക്കോ കഴിഞ്ഞില്ല, അവരെങ്കിലും ചെയ്യുന്നവരെ പുലയാട്ട് നടത്താമെന്ന നിലയ്ക്ക് നടത്തുന്ന ചില എല്ലില്ലാ ഗീർവാണങ്ങളുടെ കൂട്ടത്തിൽ മാത്രമേ നിന്നെ പെടുത്താൻ കഴിയൂ. അത് നിനക്കൊരു അലങ്കാരമാണെന്നറിയാം. കാര്യം ചിലർക്ക് ആസനത്തിൽ ഒരു ആല് കിളിർത്താലും അതൊരു അലങ്കാരമാണല്ലോ. അതുകൊണ്ട് എന്തായാലും മാരാരോട് പറയാനുള്ളത്, ഒരു ചെറിയ സംവിധാനമുള്ള നമ്മുടെ ഈ ചാനലിലെ ഒരു വാചകത്തെ അല്ലെങ്കിൽ ഒരു ചോദ്യത്തെ ഇത്രയും റീച്ചാക്കി തന്ന നിനക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. എന്ന് കരുതിക്കൊണ്ട് നീ ഒരു മഹാനാണെന്നോ നീ ഈ സമൂഹത്തിലെ ഏതെങ്കിലും തലതൊട്ടപ്പനാണോ എന്നുള്ള ഒരു അഭിപ്രായവും ഇല്ല. കുറേയേറെ മാനസിക രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഞരമ്പം പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യമുള്ളവർക്ക് വലിയ സ്വീകാര്യതയുള്ള വ്യക്തിയായതുകൊണ്ട് സമൂഹത്തിലെ ഏതോ ഉന്നതനാണെന്ന് നീ സ്വയം ധരിക്കുകയാണെങ്കിൽ നിനക്കാവാം. പക്ഷെ നാട്ടുകാരുടെ കണ്ണിൽ വെറും ആട്ടും പുളുക്കയുടെ വില മാത്രമേ നിനക്കുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.